തിങ്കളാഴ്ച വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് ഷോൺ തോമസ് ആക്രമിക്കപ്പെട്ടത്. 15 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്നവരാണ് മർദ്ദിച്ചതെന്ന് ഷോൺ പറഞ്ഞു. സഹപാഠിയുടെ പേര് പറഞ്ഞായിരുന്നു ആക്രമണം. ബാഗും കുടയും വലിച്ചൂരി വേറെ സ്ഥലത്തേക്ക് ഇട്ടു. അപ്പോൾ അതെടുക്കാൻ പോയപ്പോൾ നെഞ്ചത്ത് ചവിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഏട്ടനെ എണീപ്പിച്ചിട്ട് ഇനി അവനെന്തും ചെയ്ത് കഴിഞ്ഞാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വടി ഉണ്ടായിരുന്നു, അതെടുത്ത് കൈക്ക് അടിച്ച്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ചേട്ടൻ വായ കുത്തി പിടിച്ച് ഇങ്ങനെ ഇടുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കാലിൽ അടിച്ചിട്ട് ഇങ്ങനെ ഇനി പോട്ടടാന്ന് പറഞ്ഞിട്ട് മുടിയിൽ ഇങ്ങനെ തലതാക്കിയിട്ട് അപ്പുറത്തെ ഒരു കാടുണ്ടായിരുന്നു, അവിടേക്ക് എറിഞ്ഞ്. ആക്രമണത്തിൽ ഷോണിൻ്റെ വലതു കൈക്കും കാലിനും പരിക്കേറ്റു. നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഷോണിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പിതാവ് തോമസ് ജോസഫ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇവൻ തന്നെ എന്താ ചെയ്താലും കുട്ടികൾ തമ്മിലുള്ള അടിപൊളിയല്ല എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെയൊന്നും പ്രശ്നമാക്കാൻ പോകരുത്. പക്ഷേ ഇത് പുറമേ നിന്നുള്ള ടീമിനെ ഇവനെ പരിചയമില്ലാത്ത 2 പയ്യന്മാരെ, മുതിർന്ന പയ്യന്മാരെ വിളിച്ചിട്ട് ഇവനെ അടിച്ച് കൈയും കാലും ശരിക്കും നല്ല ഫ്രാക്ചർ 2 കൈ ഏതാണ്ട് മാസത്തോളം കിടക്കേണ്ടി വരുന്നത് തോന്നുന്നു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും മെഡിക്കൽ കോളേജ് SI അറിയിച്ചു. മീഡിയ 1 കോഴിക്കോട്.